അതെ, എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, കർത്താവിന്റെ വചനം പറയുന്നു, അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ എന്ന് പറഞ്ഞാൽ അനീതി ചെയ്യുവാനും അഴുക്കാടുവാനുമല്ല ലൈസൻസ് അല്ല ദൈവം കൊടുക്കുന്നത്. ഇതൊരു വാർണിംഗ് മെസ്സേജാണ്. എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്, നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത് അഴുക്കാടാനും അനീതി ചെയ്യാനും വേണ്ടിയിട്ടല്ല, നീതി ചെയ്യുവാൻ, വിശുദ്ധിയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ, വിശ്വസ്തനായിരിക്കാൻ, വിശുദ്ധ ജീവിതം നയിപ്പാൻ അത്രേ കർത്താവ് നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകലിൽ ദൈവത്തിന്റെ ഹിതത്തിനായിട്ട് നമ്മുടെ ഹൃദയത്തെ ഒന്ന് സമർപ്പിച്ചാട്ടെ. കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്ന വിളിയും തെരഞ്ഞെടുപ്പും ഇന്ന് പ്രഭാതത്തിൽ ഒന്ന് ഉറപ്പാക്കിയാട്ടെ. ശത്രുവിന്റെ പദ്ധതി, അവന്റെ തന്ത്രങ്ങൾ, അവന്റെ കുതന്ത്രങ്ങൾ എന്തിനെന്നോ നമ്മളെ മിസ്ലീഡ് ചെയ്യുവാൻ, നമ്മളെ ബന്ധിച്ചു കളയുവാൻ അവന്റെ പദ്ധതി, നമ്മളെ അനീതിയിലേക്ക് നയിക്കുന്നത് അവന്റെ പദ്ധതി. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ അവന്റെ പദ്ധതിയെ തിരിച്ചറിഞ്ഞ് അവനോട് എതിർത്ത് നിന്നാട്ടെ. കർത്താവിന്റെ വചനം പറയുന്നു, പിശാചിനോട് എതിർത്ത് നിൽക്കുവിൻ, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അതുകൊണ്ട് അവന്റെ പദ്ധതികളെ തിരിച്ചറിഞ്ഞ് ഇന്ന് പകലിൽ അവനോട് എതിർത്ത് നിന്നാട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും അവനോട് എതിർത്ത് നിൽപ്പാൻ. കർത്താവിന്റെ വചനം പറയുന്നു, എൻ്റെ ദൈവത്തിന്റെ ഇഷ്ടവും നമ്മുടെ ശുദ്ധീകരണം അത്രയും. അതെ, നമ്മുടെ ശുദ്ധീകരണമാ ദൈവത്തിന്റെ ഇഷ്ടം, അല്ലാതെ പാപത്തിൽ തുടരുന്നതല്ല. അതുകൊണ്ട് അത്രേ കർത്താവിന്റെ വചനം പറയുന്നത്, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. അതെ, ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ അത്രേ എന്നെ നിങ്ങളെയും കർത്താവ് വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. അനീതി ചെയ്യാനും അഴുക്കാടാനും വേണ്ടിയിട്ടല്ല. ശുദ്ധീകരണം കൂടാതെ ദൈവത്തെ കാണുവാൻ സാധിക്കത്തില്ലെന്ന കർത്താവിന്റെ വചനം പറയുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, നമ്മൾ പാപത്തിൽ പിന്തുടർന്നാൽ, നമ്മൾ അശുദ്ധിയിൽ പിന്തുടർന്നാൽ, നമ്മൾ അഴുക്കിൽ പിന്തുടർന്നാൽ എന്ത് വന്നു ഭവിക്കുമെന്നോ? നമ്മൾക്ക് നിത്യതയ്ക്ക് അവകാശികളായി തീരുവാൻ സാധിക്കത്തില്ല. നമ്മൾ പുറന്തള്ളപ്പെടും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, കർത്താവിലേക്ക് വന്നാട്ടെ. പിന്മാറ്റക്കാരാ, നിങ്ങൾ കർത്താവിലേക്ക് മടങ്ങി വന്നാട്ടെ. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. അതുകൊണ്ടത്ര ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ ദൂത് കേൾക്കുവാൻ ഇടയായത്. അവൻ നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി ഒരിക്കലായിട്ട് എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടിയിട്ട്, ആമേൻ, സ്തോത്രം, നമ്മളെ നിത്യതയ്ക്ക് അവകാശികളാക്കി തീർക്കുവാനും, അതെ, അഴുക്കിൽ നിന്നും വിടുവിക്കുവാൻ, ഈ ലോകത്തിന്റെ പങ്കുലമായ അഴുക്കിൽ നിന്ന്, അശുദ്ധിയിൽ നിന്ന്, അനീതിയിൽ നിന്നും വിടുവിച്ച് ആ നിത്യതയ്ക്ക് അവകാശികളായി തീർക്കുവാൻ ഒരിക്കലായി അവൻ നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി അവൻ ഉയർത്തെഴുന്നേറ്റു. നമ്മളെ ഈ പങ്കുലമായിട്ടുള്ള ഈ ലോകത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ എത്രേ അവൻ ഈ ലോകത്തിൽ ആഗതനായത്, അവൻ ക്രൂശിൽ യാഗമായത്, അവൻ ഉയർത്തെഴുന്നേറ്റത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ആമേൻ, സ്തോത്രം. അഴുക്കിനോട് ബൈ ബൈ പറഞ്ഞാട്ടെ, അനീതിയോട് ബൈ ബൈ പറഞ്ഞാട്ടെ.